നമസ്കാരം. എറണാകുളം നോർത്ത് SRM റോഡിലെയും അയ്യപ്പങ്കാവിലെയും റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രതിനിധികളും കൊച്ചി കോർപ്പറേഷൻ 18ാം ഡിവിഷൻ കൗൺസിലർ ഡോക്ടർ ജലജ എസ് ആചാര്യയുടെ നേതൃത്വത്തിൽ എറണാകുളം പള്ളിമുക്കിലെ വാട്ടർ അതോറിറ്റിയുടെ PH ഡിവിഷനിലെ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VK അഗസ്റ്റിനോട് മാസങ്ങളായി തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ന് ഞാൻ എല്ലാവരെയും കൂട്ടി ഇവിടെ വരാൻ ഉണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ വളരെ പ്രയാസമാണ്. വെള്ളത്തിന്റെ ക്ഷാമം ഇങ്ങനെ അനന്തമായിട്ട് തുടരുന്നുണ്ട്. ഇതിന് എങ്ങനെയെങ്കിലും ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. എന്റെ പേര് ഡോക്ടർ ജലജ എസ് ആചാര്യ, 18 തൃക്കണാർവട്ടം ഡിവിഷൻ കൗൺസിലറാണ്. എന്റെ ഡിവിഷൻ വരുന്നത് അയ്യപ്പങ്കാവിന്റെ കിഴക്ക് ഭാഗം, പിന്നെ റെയിലിന്റെ SRM റോഡിന്റെ ഭാഗം. അത് 1.5 കൊല്ലമായിട്ട് അവിടെ വെള്ളത്തിന്റെ പ്രശ്നം നിലനിൽക്കുന്നതാണ്. ഞങ്ങള് ഇപ്പൊ ടാങ്കറിലാണ്. ഇവിടെ വിളിച്ചപ്പോഴത്തേക്കും അത് സീനിയോറിറ്റി അനുസരിച്ചിട്ടേ വെള്ളം തരുള്ളൂ എന്നാ പറയണത്. അത് എന്ത് ന്യായമാണെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞങ്ങള് രാവിലെ വിളിച്ചതാണ്, ഉച്ചയായപ്പോഴും ഇല്ല, വൈകുന്നേരം ആയപ്പോഴും ഇല്ല. അപ്പൊ ഞങ്ങള് ടാങ്കറിന് 1100 രൂപ കൊടുത്തിട്ടാണ് ഈ വെള്ളം അടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെന്തായാലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ. ദൈവത്തെ ഓർത്ത് കുടിവെള്ളം മുട്ടിക്കരുത്, അത്രയും മാത്രമേ പറയാനുള്ളൂ. ഒരു ശാശ്വതമായ പരിഹാരം നമുക്ക് വേണം. കുടിവെള്ളം എന്ന് പറയുന്നത് മനുഷ്യജീവന്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് കുടിവെള്ളം. അതിന്റെ സംവിധാനത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വാട്ടർ അതോറിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്, ഇല്ലേ? അപ്പൊ അത് തരേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിക്ക് ഉണ്ട്. ഇത് ആരെ ഏൽപ്പിച്ചാലും കൊള്ളാം, ഏൽപ്പിച്ചില്ലെങ്കിലും കൊള്ളാം, പക്ഷെ അതിന്റെ മേൽനോട്ട് വഹിച്ച് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നമുക്ക് വെള്ളം തരേണ്ടത്. കാരണം പൈസ നമ്മൾ അടക്കുന്ന ഇവിടെയാണ്. 14-ാം തീയതി ഞാൻ കളക്ടറെ കണ്ടിരുന്നു ക്യാമ്പ് ഓഫീസിൽ. അപ്പം പുള്ളിക്കാരത്തി എനിക്ക് ഒരു കത്ത് ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തു. അപ്പൊ ഈ വെള്ളത്തിന്റെ തിരക്കാരനെ എനിക്ക് ഇവിടെ വന്നിട്ട് തരാൻ പറ്റില്ല. അപ്പൊ അത്രയ്ക്ക് ഞാൻ എന്റെ ഡിവിഷന് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് നല്ല സഹകരണമാണ്. അപ്പൊ ഈ ഇത് 14-ാം തീയതി കളക്ടർ ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് കൈമാറുന്നു. അതുകൂടാതെ നാളെ സമയമാവുമെന്ന് സാറ് പറഞ്ഞു. പക്ഷെ തൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് കുടിവെള്ളത്തിന്റെ ടാങ്കർ വേണം. അത് ഇടവഴി കയറുന്നില്ലെങ്കിൽ ബക്കറ്റിലെങ്കിലും ശേഖരിച്ച ആൾക്കാരെ എടുത്തോട്ടെ. കാരണം ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് വെള്ളം ഇന്നത്തോടെ ആക്കുന്നത്. അപ്പൊ ടാങ്കർ കുറച്ച് സാറ് നമുക്കൊരു 5000-ന്റെ വന്നു കഴിഞ്ഞാൽ കൃഷ്ണാത് റോഡ്, രാമമേനോൻ അവിടെയൊക്കെ ഇടവഴി കയറൂല അവിടെയൊക്കെ. അപ്പൊ കുറച്ച് ടാങ്കർ ഇന്ന് തൽക്കാലം ഇത് നാളെ ആവുമല്ലോ. ഇനി ഞങ്ങൾ ഇങ്ങനെ വരാനുണ്ടാവുന്നത്. കാരണം എല്ലാവരും തന്നെ ജോലി ഒക്കെ തന്നെയാണ്. അപ്പൊ ഞാനാണ് അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത്, വേറെ എല്ലാം മാറ്റി. അപ്പൊ സാറിന് ഇത് കൈമാറുവാണ്. കളക്ടറുടെ ഒരു ലാസ്റ്റ് കൊടുത്ത കത്ത് ഇതാണ്. അപ്പൊ ഇതിൽ ഇനി അവസാനിക്കണം സാറേ. ശരി. ഞാൻ അനിൽ കെ അഗസ്റ്റിൻ, PH ഡിവിഷനിലെ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഇപ്പോൾ നമുക്ക് അവിടെ ഉടലെത്തിയിരിക്കുന്ന ഒരു പ്രശ്നം 3 ദിവസമായിട്ട് നമ്മൾ ഒരു ചെറിയ വർക്കിന്റെ ഭാഗമായിട്ട് വന്ന ഒരു പ്രോബ്ലമാണ്. അത് ഏതാണ്ടും പരിഹരിച്ചിട്ടുണ്ട് അവരത്. നാളെ മുതൽ നമുക്ക് ബൂസ്റ്റിംഗ് പമ്പിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളം കിട്ടി തുടങ്ങും. പക്ഷെ നമുക്കൊരു ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു സാധാരണ നിലയിലാവാനായിട്ട് നമ്മൾ സാധാരണ 1-2 ദിവസം എടുക്കും. 1-2 സപ്ലൈ എടുക്കും. ഒരാളെ തന്നെ നമുക്ക് സപ്ലൈ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം ആളുകളുടെ ടാങ്കുകളെല്ലാം കാര്യമായിരിക്കുന്നതുകൊണ്ട് വെള്ളം നിറയാനായിട്ട് അവരുടെ ആവശ്യത്തിന് നിറയാനായിട്ടുള്ള സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നാളെ മുതൽ വെള്ളം വന്ന് തുടങ്ങുകയും 2 ദിവസം എടുക്കും നമുക്കത് കറക്റ്റ് ആവാനായിട്ട്. പിന്നെ ലൈനിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാനായിട്ട് ഫീൽഡ് ഓഫീസേഴ്സ് ലൈനിൽ തന്നെ നോക്കുന്നുണ്ട്. പരിഹരിക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കുന്നത്. എന്റെ പേര് ഡോക്ടർ ജലജ എസ് ആചാര്യ, 18 തൃക്കണാർവട്ടം ഡിവിഷൻ കൗൺസിലറാണ്. എന്റെ ഡിവിഷൻ വരുന്നത് അയ്യപ്പങ്കാവിന്റെ കിഴക്ക് ഭാഗം, പിന്നെ റെയിലിന്റെ SRM റോഡിന്റെ ഭാഗം. അത് 1.5 കൊല്ലമായിട്ട് അവിടെ വെള്ളത്തിന്റെ പ്രശ്നം നിലനിൽക്കുന്നതാണ്. വാട്ടർ അതോറിറ്റിയോട് ഇന്ററാക്ട് ചെയ്യുകയും പിന്നെ കൂടുതൽ ടാങ്കർ ലോറിയൊക്കെ അടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു 5-8 ദിവസമായിട്ട് വെള്ളത്തിന്റെ ക്ഷാമം രൂക്ഷമായിരുന്നു. അപ്പൊ കത്രക്കടവിലൊരു വലിയ പൈപ്പില് കല്ല് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് റിപ്പയറിംഗ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ ശനി ഞായർ കൊണ്ട് തീരുമെന്ന് പറഞ്ഞിട്ട് പ്രശ്നം. എന്നിട്ട് തീരാത്തതിന്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ വാട്ടർ അതോറിറ്റിയിലെ എല്ലാവരോടും തന്നെ നല്ല രീതിയിൽ ഇടപെട്ട് അത് പരിഹരിക്കാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് ഇപ്പൊ വന്നിരിക്കുകയാണ്. 2-3 ദിവസമായിട്ട് ടാങ്കർ വെള്ളമൊക്കെ അടിച്ച് അവർ തരുന്നുണ്ട്. പക്ഷെ എന്നാലും അത് പര്യാപ്തമല്ല, കൂടുതൽ എല്ലാവർക്കും കിട്ടുന്നില്ല. പിന്നെ ഇടവഴികളിലൊക്കെ വണ്ടി കയറാത്തതുകൊണ്ടും പിന്നെ ഇവരുടെ പൈപ്പിന് ഓസിന് നീളക്കുറവായതുകൊണ്ടും എല്ലാവർക്കും തന്നെ ആ ഫെസിലിറ്റി കിട്ടുന്നില്ല. അപ്പൊ ഇനിയും പെൻഡിങ് ആയിട്ടുണ്ട് ടാങ്കർ വെള്ളത്തിന്റെ കാര്യങ്ങൾ. ഇന്ന് ഞാൻ എല്ലാവരെയും കൂട്ടി ഇവിടെ വരാൻ ഉണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ വളരെ പ്രയാസമാണ്. വെള്ളത്തിന്റെ ക്ഷാമം ഇങ്ങനെ അനന്തമായിട്ട് തുടരുന്നുണ്ട്. ഇതിന് എങ്ങനെയെങ്കിലും ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അനിൽ അഗസ്റ്റിൻ സാറ് വളരെ ക്ഷമയോടുകൂടി ഒരു 1.25 മണിക്കൂറോട് കൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും തന്നെ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് സാർ കേൾക്കുകയും ഫ്ലാറ്റിന്റെ പ്രതിനിധികളുണ്ടായിരുന്നു, റെസിഡൻസിന്റെ പ്രതിനിധികളുണ്ടായിരുന്നു, അവരുടെ കാര്യങ്ങൾ സാർ കേൾക്കുകയും നാളത്തോടുകൂടി
അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ പരിഹരിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഉണ്ടാവില്ലെന്നും സാറ് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പുള്ളി വളരെ ക്ഷമയോടുകൂടി കേട്ടു. വാട്ടർ അതോറിറ്റിയുടെ സൈഡിൽ നിന്ന് അവര് കരാറൊക്കെ സൂര്യസ്മൃത കമ്പനിക്കും കൂടെ കൈമാറിയെന്നും പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാട്ടർ അതോറിറ്റി ആണ് അന്തിമമായിട്ട് വെള്ളം തരുന്നതിനുള്ള അതോറിറ്റി. നമ്മൾ ഇവിടെയാണ് ബില്ലടയ്ക്കുന്നത്. കൂടാതെ നമുക്ക് ബില്ല് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് മിനിമം ബില്ല് വരുന്നുണ്ട്. അതെല്ലാവരും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാർ ഇതിനൊന്നും മെനക്കെടണ്ടല്ല എന്ന് കരുതിയിട്ട് ടാങ്കർ വെള്ളത്തിലേക്ക് പോകുന്നുണ്ട്. ഒരു ഫ്ലാറ്റിന് തന്നെ 1 ലക്ഷത്തിലധികം ഒക്കെ വെള്ളത്തിന്റെ കാശ് വരുന്നെന്ന് പറയാം. ആർക്കും ഇത് താങ്ങാനാവുന്നതല്ല. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ വെള്ളത്തിന്റെ ലഭ്യത കുറവാണ്, ആവശ്യങ്ങൾ കൂടുന്നത്. അപ്പൊ സർക്കാർ എങ്ങനെയെങ്കിലും കൂടെ ഇത് ലഭ്യത കൂട്ടുകയും എല്ലാവർക്കും വെള്ളം എപ്പോ തുറന്നാലും വെള്ളം കിട്ടുന്ന രീതിയിലൊക്കെ ആക്കി തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പൊ സാറിന്റെ നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മേയർ, MLA, കളക്ടർ തലത്തിലും ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറിനും ഇത് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പൊ ഞാൻ കളക്ടർക്ക് 14 തീയതി കൊടുത്താണ്. ഇത് വാട്ടർ അതോറിറ്റിക്കാണ് കളക്ടർ റെഫർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാനിത് സാറിന് കൈമാറി ഒപ്പൊക്കെ ഇട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ കൂടെ നിന്ന എല്ലാ ഡിവിഷൻ നിവാസികൾക്കും, അതുകൂടാതെ 19ലെയും 15ലെയും ഡിവിഷനിലുള്ള ആൾക്കാർ ഇവിടെ വന്നിരുന്നു. അവർക്കും ഒക്കെ ഞാൻ നന്ദി പറയുന്നു. അവരുടെയും പ്രശ്നങ്ങൾ എനിക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചതിൽ നന്ദിയുണ്ട്. അപ്പൊ ഇത് ഇനി ഇവിടെ കൊണ്ട് തീരണം വെള്ളത്തിന്റെ ക്ഷാമം. അവര് നമുക്ക് എല്ലാ ഉറപ്പുകളും തന്നിട്ടുണ്ട്. എല്ലാ സഹോദരങ്ങൾക്കും വാട്ടർ അതോറിറ്റിയോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. അപ്പൊ നമ്മളുടെ പ്രശ്നം വാട്ടറിന്റെ സ്കൈസിറ്റിയെ കുറിച്ച് ഞാൻ രാവിലെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാൻ ഒരു വാർഡിന്റെ കൗൺസിലർ അല്ല, ആരുടെ പ്രശ്നവും ഞാൻ പരിഹരിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഞങ്ങളുടെ വാർഡിന്റെ ഒരു പെറ്റീഷൻ കൊടുക്കാൻ പോകുന്നുണ്ട്. പക്ഷെ 15ാം വാർഡിൽ നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ് വന്നോളൂ, ഞാനതും അവിടെ പ്രസന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. സാധാരണ ഏത് കൗൺസിലറെ വിളിച്ചാലും മറ്റേ കൗൺസിലറെ വിളിക്കാൻ പറയും. അങ്ങനെ ഒന്നും സംസാരിക്കാണ്ട്, ഇല്ല എന്റെ കൂടെ പോര്, ഞാൻ 11 മണിക്ക് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ ആ ഒരു സപ്പോർട്ട്, അത് ഒരു പൊളിറ്റിക്സിന്റെയോ അല്ലെ വാർഡിന്റെയോ ഒന്നുമല്ല. അതാണ് ഒരു കൗൺസിലറായ അങ്ങനെ വേണം. അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.